ഒരു പ്രാവശ്യം വന്ന് ആ പൈപ്പ് പിടിച്ചൊടിച്ചു കളഞ്ഞു. ടാങ്കിന് മുകളിൽ കയറുക, അത് പിടിച്ചൊടിക്കുക. എനിക്കറിയത്തില്ല, വന്നാൽ പോകത്തില്ല. പിന്നെ നമ്മൾ മുകളിലോട്ട് ഒന്ന് അടിക്കുകയാണെങ്കിൽ ആ മരത്തിലോട്ട് ചാടിയിട്ട് അത് വീണ്ടും ചാടി വരും. പൊറുതി പൊട്ടി കിടക്കുക. എല്ലാ തരത്തിലും തെങ്ങയിൽ ഒരു വെള്ളക്കയില്ല, ഒരു കരിക്കില്ല, ഇഞ്ചിയും മഞ്ഞളും എല്ലാം പൊഴുതിട്ടേക്കുക. പെരുവണ്ടൂർ നാടും പൊടിയാട്ടുകളെ നശിച്ച് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നേ നമ്മൾ പറയുന്നുണ്ട്. ഒരു പരിഹാരം ആയിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരു രീതിയിലും നമുക്ക് നാട്ടിൽ ജീവിക്കാൻ വയ്യ. തെങ്ങിനകത്ത് ഒരു തേങ്ങ ഇല്ല. കരിക്കായാലും തേങ്ങയായാലും എല്ലാം നശിപ്പിച്ച് കളയുക. പിന്നെ പച്ചക്കറി ആവട്ടെ, ഒരു രീതിയിലും നമുക്കിവിടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കുരങ്ങ് കാരണം. നമസ്കാരം, 20 വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ പൊടിയാട്ടുവിള, കോവിൽമുക്ക്, പെരുമണ്ണൂർ പ്രദേശങ്ങളിൽ കുരങ്ങ ശല്യം രൂക്ഷമെന്ന് പ്രദേശവാസികളും വീട്ടമ്മമാരും പറയുന്നു. ഇതിന്റെ വാർത്തയൊന്ന് കാണാം. ലൈൻ കമ്പി വരെ പൊട്ടിച്ചിടേ വന്നു. ഭയങ്കരമായ ശല്യം. ഈ ലൈനിൽ കൂടെ ഇവിടെ കയറുന്നത്. പിന്നെ ഇതിൽ കൂടെ വന്ന് കയറിയ വീട്ടിന് മുകളിലെല്ലാം കയറുക, അതിന് മുകളിലെല്ലാം അപ്പിയിടുക, മൂത്രം ഒഴിക്കുക. പിന്നെ തുണി ഒന്നും സഹിക്കാമേ, തുണി കഴുകിയിടാൻ പറ്റത്തില്ല. തുണി എല്ലാം പറയിക്കൊണ്ട് പോവുക. അകത്തും ഇവിടെ ആളില്ലെങ്കിൽ തന്നെ നമ്മുടെ മുകളിൽ ബാൽക്കണിയിലെല്ലാം കയറി അത് മൊത്തം നശിപ്പിക്കുക. മറ്റേ മാറ്റായി കിടന്നാൽ അതെല്ലാം വലിച്ചുനി കളയുക. ചെടി സഹിതം അതെടുത്ത് കളയും. ഒരു നിവർത്തനം. ഞങ്ങൾ ടാങ്കിന്റെ മുകളിൽ നോക്കുമ്പോൾ വെച്ചിരിക്കുന്നില്ല, പട്ടിക്കൂടുകൾ അടിച്ചിരിക്കുന്ന. ഒരു പ്രാവശ്യം വന്ന് ആ പൈപ്പ് പിടിച്ചൊടിച്ചു കളഞ്ഞു. ടാങ്കിന് മുകളിൽ കയറുക, അത് പിടിച്ചൊടിക്കുക. എനിക്കറിയത്തില്ല, വന്നാൽ പോകത്തില്ല. പിന്നെ നമ്മൾ മുകളിലോട്ട് ഒന്ന് അടിക്കുകയാണെങ്കിൽ ആ മരത്തിലോട്ട് ചാടിയിട്ട് അത് വീണ്ടും ചാടി വരും. അത് കൂട്ടത്തോടെ വരുന്നത്. കൂട്ടത്തോടെ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 10-200 എണ്ണമെങ്കിലും ഉണ്ട്, കുഞ്ഞും കുട്ടിയും എല്ലാം കൂടെ. ഈ കുഞ്ഞു കുരങ്ങൾ വന്നാലാ പോകാത്തത്. ഇവിടെ തന്നെ ഒരു 3 പ്രാവശ്യം ഈ ലങ്കം പൊട്ടിച്ചിട്ടുണ്ട്, ചക്ക കിടത്തിയതിനെ കൊണ്ടേ കൂടെ ഇട്ട്. ഒരു രക്ഷയും ഇല്ല ഇതിനെ കൊണ്ട്. ഞങ്ങൾ വെച്ചാൽ ഇങ്ങോട്ട് പോകാൻ പേടിയായപ്പം, പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ എന്തോ ആക്കിയിടുന്ന അറിയാൻ പറ്റത്തില്ല. വീട് അത്രയ്ക്ക് ശല്യമായിട്ട് വന്നിരിക്കുക ഈ കുരങ്ങനെ കൊണ്ട്. പിന്നെ പേടിയുണ്ട്. ഇപ്പൊ നിപ്പയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങൻ അടിച്ച് എന്തെങ്കിലും അറിയാതെ നമ്മൾ ഇനിയും ഇടിക്കുകയോ വെള്ളത്തിലോ അഷ്ടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ശല്യമായിട്ടാവുന്നത്. യാതൊരു രീതിയിലും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഒരു പച്ചക്കറി ആവട്ടെ, യാതൊരു കാര്യം നടാനോ അല്ലെങ്കിൽ കുരങ്ങ് വന്ന് അതിനെ ഓടിക്കാൻ പോവാന്നെങ്കിൽ നമ്മൾക്ക് അത് തുറന്നിട്ടേക്കുവാണെങ്കിൽ അതിനകത്ത് കയറി മുറിക്കകത്ത് എന്തെല്ലാം സാധനങ്ങൾ നശിപ്പിക്കാമോ അതെല്ലാം നശിപ്പിക്കും. ഭയങ്കര ശല്യ. പഞ്ചായത്തിൽ കംപ്ലൈന്റ് ചെയ്ത് എവിടെയും കംപ്ലൈന്റ് ചെയ്താലും ഒരു പ്രയോജനവും ഇല്ലാത്തൊരു രീതിയാണ്. ഇല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും കഴിക്കാനോ എന്തെങ്കിലും ആയിട്ട് ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു തുക കൊടുക്കുവാണെങ്കിലും, അവർക്ക് ആഹാര സാധനങ്ങൾ കൊടുക്കുവാണെങ്കിലും നമുക്ക് ഇത്രയും നാട്ടിലിറങ്ങി ഇത് ശല്യം ചെയ്യത്തില്ല. വീട്ടിനകത്ത് കയറി വരും. പിന്നെ ഞങ്ങളുടെ വാട്ടർ ടാങ്കൊക്കെ കമ്പിയൊക്കെ ഇട്ട് കെട്ടി വെച്ചേക്കോ. വാട്ടർ ടാങ്കിനകത്ത് ഇറങ്ങി കുളിക്കും. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇത് എല്ലാവർക്കും അറിയാം, ഉള്ളവർക്കൊക്കെ അറിയാം. ഇത് കൂട്ടത്തോടെ ഒത്തിരി ഉണ്ടല്ലേ? ഒരുപാടുണ്ട്. വലിയ അമ്മയും കുഞ്ഞും തള്ളയാട്ടം എല്ലാം ബന്ധുവാണ്ട മൊത്തത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങിയ രാവിലെ വന്നതാണ്. ഇന്ന് രാവിലെ ഒരു എൻ്റെ തെങ്ങേന്ന് തന്നെ ഒരു 10-15 കരിക്ക് തറയിട്ടിട്ടുണ്ട്. എല്ലാം കൂടെ വെള്ളക്കല്ല ചെയ്യുന്ന വെച്ചാൽ അങ്ങ് ഇവിടെ പഞ്ചായത്തിലൊക്കെ പരാതി കൊടുക്കാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയും ഇല്ല. ഇതിനെ നീ വലിയ വണ്ടിയെങ്ങാനും കൊണ്ടുവന്ന് പിടിച്ചോണ്ടെങ്ങാനും പോയാലേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഒരു പച്ചക്കറി ഒരു സാധനം നടാൻ പറ്റത്തില്ല. പച്ചക്കറി ഒരു ചെടി കൂടെ നടാൻ പറ്റത്തില്ല. അതുവരെ അത് പിന്നെ വലിച്ചു കുടിച്ച് കളയുക. ഒരു സാധനം വീടൊന്നും തുറന്ന് ബൈ ചാൻസ് നമ്മൾ തുറന്നെങ്ങാനും ഇട്ടിട്ട് വെള്ളിലോട്ടങ്ങ് നിൽക്കുന്നെങ്കിൽ വന്നു കഴിഞ്ഞാൽ അകത്ത് കയറി കൈ കിട്ടുന്ന പറയിക്കൊണ്ട് പോവുക. അതെല്ലാം സഹിക്കുക. ഇപ്പൊ ഇത് ഇങ്ങനെ ഈ ഭയങ്കരമായിട്ട് ഇത് അപ്പിയിടുക, മൂത്രം ഒഴിക്കുക. എന്നിട്ട് അത് മൊത്തം ചവിട്ടി തേച്ച് അവിടെ എല്ലാം ആക്കിയാണ് ഭിത്തി എല്ലാം, വീടിന്റെ ഭിത്തിയും അതിന്റെ ഭിത്തി എല്ലാം കിടക്കുന്നുണ്ട്. മൊത്തം അതെല്ലാം ചവിട്ടി തേച്ച് അഴുക്കാക്കി ഇടുക എന്റെ ജോലി. എന്തോ ഇല്ല വൈരാഗ്യം കാണിക്കുന്നതൊക്കെ കുരങ്ങൊന്ന് കാണിക്കുന്നത്. ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നിട്ട് ഇവിടെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു വിറ്റോണ്ടെങ്കിൽ ഈ നാട് വിട്ടു പോകാമെന്ന്. അത്രയ്ക്ക് ശല്യമായിരിക്കും കുരങ്ങനെ കൊണ്ട്. ഇത് ദിവസവും ഇപ്പൊ ഇന്നിപ്പോ ഒരു 2 ദിവസം കൊണ്ടാ വരാത്തത്. മിനിഞ്ഞാന്നും എല്ലാം കുരങ്ങുണ്ടായിരുന്നു. ഭയങ്കര അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഒന്നീ ഇതിനെല്ലാം പിടിച്ച് വനത്തിൽ കൊണ്ട് കളയുകയോ അല്ലെങ്കിൽ അതിന് ഉള്ള ആഹാര സാധനങ്ങൾ എന്തുവന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ഇതായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ ആയാലും ശരി ചെയ്യണം. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരു രീതിയിലും നമുക്ക് നാട്ടിൽ ജീവിക്കാൻ വയ്യ. തെങ്ങിനകത്ത് ഒരു തേങ്ങ ഇല്ല. കരിക്കായാലും തേങ്ങയായാലും എല്ലാം നശിപ്പിച്ച് കളയുക. പിന്നെ പച്ചക്കറി ആവട്ടെ, ഒരു രീതിയിലും നമുക്കിവിടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കുരങ്ങ് കാരണം.